ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഏവർക്കും സുപ്രഭാതം. ആത്മവിചിന്തനത്തിന് വേണ്ടി ഒരു സുദിനം കൂടി നമുക്ക് മുന്നിൽ പിറന്നിരിക്കുന്നു. ആത്മബോധം എന്ന ഗ്രന്ഥത്തെ അധികരിച്ചു പടിപടിയായി ആത്മചിന്തനത്തിലേക്ക്, ക്രമേണ ആത്മധ്യാനത്തിലേക്ക് നമ്മെ ശങ്കര ഭഗവത് പാദർ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഈ യാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തപസ്സുകൊണ്ട് പാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതിനുള്ള ആദേശം ആചാര്യസ്വാമികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മാനസികവും ബൗദ്ധികവുമായ വികാരങ്ങളെയും വിചാരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം, അവയോട് പുലർത്തേണ്ടുന്ന മനോഭാവം എന്ത് എന്ന് അവിടെയായി നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനം എങ്ങനെയാണ് മുക്തിക്ക് നിദാനമാവുന്നത് എന്ന വിഷയം ദാർശനികമായി, അതുപോലെ തന്നെ പ്രായോഗിക ദൃഷ്ടാന്തങ്ങളുടെ പശ്ചാത്തലത്തിലും നമ്മെ അറിയിച്ചു. പ്രപഞ്ച ഉത്പത്തിയെക്കുറിച്ചുള്ള ആചാര്യന്മാരുടെ കാഴ്ചകളെ, അനുഭൂതികളെ ശങ്കര ഭഗവത് പാദർ ഹ്രസ്വമായി പങ്കുവയ്ക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി ധ്യാന ഭൂമികയിലേക്ക് നമ്മെ പതുക്കെ നയിക്കുകയാണ് ഭഗവത് പാദർ. ഇതിനൊരു ആമുഖമായിട്ടാണ് ചില ശ്ലോകങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ ശ്ലോകങ്ങളിൽ ആത്മാവിനെ വകതിരിച്ചറിയുന്നതിന് നിഷേധങ്ങളുടേതായ ഒരു സമീപനത്തെ ഉപയോഗിക്കുന്നു. നിഷിധ്യ നിഖിലോപാധീൻ നേതി നേതീതി വാക്യത എന്ന് ആചാര്യസ്വാമികൾ നമുക്ക് മാർഗദർശനം നേരത്തെ നൽകിയിട്ടുണ്ട്. തുടർന്ന് എന്തൊക്കെയാണ് ആത്മാവിൻ്റെ സ്വഭാവം, ഇത് വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തതിനാൽ നിഷേധങ്ങളുടെ സമീപനം. ഇവിടെ നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള 34-ാമത്തെ ശ്ലോകത്തിൽ നിഷേധ പ്രക്രിയ ശ്രദ്ധിക്കാം. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിർവികൽപോ നിരഞ്ജനഃ നിർവികാരോ നിരാകാരോ നിത്യമുക്തോസ്മി നിർമ്മലഃ. അഹം നിത്യമുക്തഃ അസ്മി നിർമ്മലഃ അസ്മി. ഞാൻ നിത്യമുക്തനാണ്. ഒരുപാട് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെയും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നറിയുന്നത് വലിയ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമുക്ക് പ്രദാനം ചെയ്യും. ആ സ്വാതന്ത്ര്യത്തെ വീണ്ടും വീണ്ടും അനുധ്യാനം ചെയ്ത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നിർഗുണഃ, ഗുണം ഇല്ല. ആത്മാവിൽ ഒരു ഗുണവുമില്ല. രൂപം, രസം, ഗന്ധം, സ്പർശം, സംഖ്യ, പരിമാണം എന്നിങ്ങനെ എണ്ണപ്പെട്ട ഗുണങ്ങളുണ്ട് നൈയായികന്റെ ഭാഷയിൽ. ആ ഗുണങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം ആത്മാവ് ഒരു ദ്രവ്യമല്ല, ഗുണാതീതമായ തത്വമാണ്. നിർഗുണോ നിഷ്ക്രിയോ, അതിനെ ചലിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ചലനാത്മകമായ ക്രിയകൾ, കർമ്മങ്ങൾ അതിൽ സംഭവിക്കുന്നില്ല. ഇത് നമ്മുടെ ശരീര മനോബുദ്ധി തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ശരീര മനോബുദ്ധി തലത്തിൽ നിന്നുകൊണ്ട് അറിയുന്ന ആത്മാവിനെ ആലോചിക്കൂ. നിഷ്ക്രിയ, അതിൽ യാതൊരു ക്രിയകളും ഇല്ല. നിർവികൽപ, വികൽപ്പങ്ങളില്ല. യാതൊരു ഭേദങ്ങളും അവയവങ്ങളും കൽപ്പനകളും അതിലില്ല. നിരഞ്ജന, കറകളഞ്ഞ തത്വമാണത്. രജസിന്റെയും തമസിന്റെയും സത്വത്തിന്റെയും കറകളില്ലാത്ത നിരഞ്ജന തത്വം. നിർവികാര, യാതൊരു മോഡിഫിക്കേഷൻസും വികാരങ്ങളും പരിണാമങ്ങളും അതിന് സംഭവിക്കുന്നില്ല. നിരാകാര, അതിന് ആകൃതിയില്ല. എല്ലാ ആകൃതികളും പദാർത്ഥത്തെ പരിമിതപ്പെടുത്തും. ആത്മാവാകട്ടെ ആകൃതിയില്ലാത്തതുകൊണ്ട് അനന്തമാണ്, അതിരുകളില്ലാത്ത അവബോധമാണ്. നിർമ്മലഃ, അതിൽ യാതൊരു മലങ്ങളുമില്ല. രാഗദ്വേഷങ്ങളുടെയോ അല്ലെങ്കിൽ ബാഹ്യമായ പദാർത്ഥങ്ങളുടെയോ മലങ്ങൾ അതിന് ഇല്ല.
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ നിഷേധിച്ചുകൊണ്ട് പദാർത്ഥനിഷ്ഠമായ ബാഹ്യ വസ്തുനിഷ്ഠമായ രൂപാന്തരങ്ങളെ നിഷേധിച്ചുകൊണ്ട് വികാര തലത്തിലുള്ള ഭാവാന്തരങ്ങളെ നിഷേധിച്ചുകൊണ്ട് അതിനൊക്കെ സാക്ഷിയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മബോധത്തെക്കുറിച്ച് ആത്മചിന്തനത്തിനായി ആചാര്യസ്വാമികൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അത് യഥാവിധി കൂടുതൽ കൂടുതൽ തീവ്രമായി ചെയ്തു പോകാൻ നമുക്ക് സാധിക്കട്ടെ.